ഈ കിട്ടി 27 നമ്മൾ ചെലവാക്കി. അപ്പൊ ഈ പൈസ എന്തായി? ബിനവൻ എന്തായി? ഈ പൈസ ഇപ്പൊ ഇന്ന് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ഏപ്രിൽ മുതൽ 27 ചില മാസം കിട്ടി, ചെലവിന് പൈസ. അപ്പൊ നമ്മൾ ഏം ചെയ്ത പൈസ എന്തായി? അത് കൂടുതൽ എന്ത് ചെയ്യും? ഈ പൈസ തരും, ഇതും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം എന്ത് മാറ്റമാണ് സംഭവിക്കാൻ വേണ്ടി. അപ്പൊ ബീനവൻ ഒരു കൊല്ലം 27 വെച്ചിട്ട് എത്രയായി? 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടി. അതോടൊപ്പം തന്നെ അപ്പൊ എന്ത് പറ്റി? നമ്മൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് കൂടെ എത്ര കിട്ടി? ഇത് 13 ലക്ഷം. ഈ 13 ലക്ഷത്തിന്റെ 2% എത്രയായി? 32,000. ചെലവ് എത്രയാണ്? 27. അപ്പൊ ഇവിടെ ബാക്കി എത്രയായി? 7,500. അപ്പൊ 7,500 വെച്ചിട്ട് 12 മാസം ഇതും ബാക്കി. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത മാസം ആ 7,500 വെച്ച് 12 മാസം 90,000 ഇവിടെ കൊണ്ടിട്ടു ഇൻവെസ്റ്റ് ചെയ്തു. നമ്മള് 10 ലക്ഷം നേരത്തെ 13 ലക്ഷം ബാക്കി ഉണ്ടായിരുന്നു അല്ലെ? പ്ലസ് എന്ത് ചെയ്തു? വീണ്ടും ഉണ്ടാക്കിയ പൈസ, ഏൺ ചെയ്ത പൈസ ബാക്കി. അപ്പൊ എത്രയായി? 3 ലക്ഷം 13 ലക്ഷം 90. അപ്പൊ എത്രയായി? 14,90,000. അപ്പൊ 2027 എത്ര കിട്ടി? അത് 42,250 രൂപയായിട്ട് മാറി. ഓക്കെ, ഈ 42,250 രൂപ എത്ര ചെലവുണ്ട്? 27. ബാക്കി എത്രയുണ്ട്? എത്ര? 17,250. ഈ 17,250 ഇൻറ്റു 12 എത്രയായി? 2,07,000 രൂപ. നമ്മൾ ഏൺ ചെയ്ത പൈസ 27. അത് കൂടിയിട്ടില്ല, അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്തു. ടോട്ടൽ കഴിഞ്ഞ മാസത്തെ 16,900 രൂപ ബാക്കിയുണ്ട്. അപ്പൊ എത്രയായി? 21,97,000 രൂപയുടെ. ഇതിന്റെ പ്രോഫിറ്റ് 54,925. എത്ര ചെലവുണ്ട്? 25,000. ബാക്കി എത്ര ഉണ്ട്? 29,925. ഒരു കൊല്ലം കണക്കൂട്ടിയപ്പോ എത്രയായി? അത് 3,59,000 രൂപ. ഇവിടെ കിട്ടിയ 3 ലക്ഷം. ബാക്കിയുള്ള 20 ലക്ഷം കൂട്ടിയപ്പോ ഇൻവെസ്റ്റ്മെന്റ് എത്രയായി? 28,56,000 രൂപ. 2% എത്രയായി? 71,402. ചെലവ് എത്രയുണ്ട്? 27. ബാക്കി എത്രയുണ്ട്? 46,400 അല്ലെ? അത് നേരെ കൊണ്ട് 12 മാസം കണക്കിന് എത്രയായി? അത് 5,56,824. നമ്മൾ ഏൺ ചെയ്ത പൈസ 3 ലക്ഷം, ബാലൻസ് പൈസ 28 ലക്ഷം. ടോട്ടൽ എത്രയായി? 37,12,924. 2% എത്രയായി? 92,820. ചെലവ് എത്രയുണ്ട്? 27. ബാക്കി എത്രയുണ്ട്? എത്ര? 67,000. ഒരു കൊല്ലം കണക്കൂട്ടിയപ്പോൾ ബാക്കി 8,13,820. നമ്മൾ ഏൺ ചെയ്ത പൈസ 3 ലക്ഷം, ബാലൻസിന്റെ പൈസ 37. ടോട്ടല് 40,26,780. പ്രോഫിറ്റ് 1,20,670. ആലോചിച്ചിലേക്ക്. അതായത് 5 കൊല്ലം കൊണ്ട് എന്തായി? നമ്മളുടെ ചെലവ് നടത്താൻ വേണ്ടിയിരുന്ന 25,000 ഇവിടെ എത്രയായി? 1,20,000. ഏൺ ചെയ്ത പൈസ ബാക്കി അവിടെ ഉണ്ട്. ഓക്കെ, ഇനി 1,20,27 ചെലവാക്കി. ബാക്കി എത്രയുണ്ട്? 1,20,000 ചെലവാക്കാൻ ബാലൻസ് എത്ര? 95,670 12 ബാക്ക് 11,42,040. പ്ലസ് നമ്മൾ ഏൺ ചെയ്യുന്ന വർധന കൂട്ടിയിട്ടില്ല 3 ലക്ഷം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് 42, ടോട്ടൽ 62,74,840. പ്രോഫിറ്റ് വീണ്ടും 2%. വർധന കൂട്ടിയിട്ടില്ല 1,56,870. 27 കുറച്ച് ബാക്കി എത്രയുണ്ട്? 1,26,871 ഇൻറ്റു 12 15,82,450. നമ്മൾ ഏൺ ചെയ്ത പൈസ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് തുക 81,52,263. പ്രോഫിറ്റ് 2,03,932. ഇതെല്ലാം ഇയർലി ആയിട്ടോ. അതിന് വരുന്നത് 25,000 കുറയ്ക്കുമ്പോൾ ടോട്ടൽ അങ്ങോട്ട് വരുന്നത് 21,47,180. ഇൻവെസ്റ്റ്മെന്റ് തുക 1,06,04,471. കൊല്ലം 2034. ഇനി ഇതേ എമൗണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവിടെ വരുന്ന തുക 3,44,440. 27 കുറച്ച് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു. എമൗണ്ട് 1,37,87,820. അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2037 അത് 5,82,450 പ്രോഫിറ്റ് ആയിട്ട് മാറും. അതിൽ നിന്ന് 27 കുറച്ച് ബാക്കി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 2,39,92,034. ഇനി 2038 വരുമ്പോൾ ആ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് 3,02,87,444. 2% 7,57,186. അതിൽ 27 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് 3,93,73,470. അതും അങ്ങോട്ട് പ്രോഫിറ്റ് വന്നപ്പോൾ 9,84,180.
341. ഇതിൽ നിന്നും 27 വർഷം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തുക 5,11,85,700. ബാക്കി എല്ലാ മാസം 12,79,646. നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തൂടെ? 10 ലക്ഷം. പിന്നെ വേണം. ഇപ്പൊ വയസ്സ് 50 65-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് എത്രയും 10 ലക്ഷം രൂപ എങ്ങനെ വരുന്നതായി? 5,11,85,780 രൂപ. മാസ വരുമാനം എത്രയുണ്ട്? മാസ വരുമാനം 12,79,644. നിങ്ങൾ ഏറ്റുന്ന പൈസ എത്രയും? 25,000. അത് അടിയിപ്പോയി. ഇതിന് വർധനമുണ്ടാവും, ചെലവിന് വർധനമുണ്ടാവും. ആയിക്കോട്ടെ, ആ ചെലവ് പറ്റി. അപ്പോൾ നമുക്ക് എത്ര ബാക്കിയുണ്ട്? ഇവിടെ 5 കോടിയുടെ അസറ്റിന്റെ ഓർഡറായിട്ട് മാറുകയും ചെയ്ത് 65 വയസ്സോ പ്രാക്ടീസ് ചെയ്യാൻ പോകില്ല, ജോലിക്ക് പോകില്ല. എന്താ ഗുണം? എല്ലാ മാസവും വരുമാനമുണ്ട്. ആരാ പണിയെടുക്കണേ? നമ്മുടെ പണം ഇവിടെ നിരത്തി ചരട്ടിച്ചെടുത്തി മാസം 12,79,644 രൂപ എത്തുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ഇവിടെ എന്താ സംഭവിച്ചത്?